നമസ്കാരം. ഇന്ന് 2013 ആണ്ട് നവംബർ 12 തീയതി ചൊവ്വാഴ്ച ചതയ നക്ഷത്രം 5:47 വരെയുണ്ട്. 8:42 വരെ പകൽ. 1189 ആണ്ട് തുലാമാസം 27 തീയതി ദശമി തിഥി 33:54 വരെ ഉണ്ട് താനും. ദശമി തിഥി ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണെങ്കിലും ഇന്ന് പൂരോരുട്ടാതി നക്ഷത്രമായതുകൊണ്ട് ഒരു ശുഭകർമ്മങ്ങൾക്കും അരുതാത്തതാണ്. പൂരോരുട്ടാതി നക്ഷത്രം പൊതുവെ ഫലവൃക്ഷങ്ങൾ വയ്ക്കുന്നതിന് മാത്രമായി നല്ലതായി പറയുന്നുണ്ടെങ്കിലും ചൊവ്വാഴ്ച ആയതിനും അരുതാത്തതാണ്. നാളെ നവംബർ 13 തീയതി ബുധനാഴ്ച പൂരോരുട്ടാതി നക്ഷത്രം 5:09 വരെയുണ്ട്. 8:27 വരെ. ഈ 8:27 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നക്ഷത്രം ഉത്രട്ടാതിയാണ് തുടങ്ങുന്നത്. ഉത്രട്ടാതി നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് വളരെ അനുയോജ്യമാണെങ്കിലും നാളത്തെ ദിവസം ഏകാദശിയുടെ വിഷ്ടികരണമുള്ളതുകൊണ്ട് നാളെ ഏകാദശി 32:10 വരെയുണ്ട്. ആ ഏകാദശിയുടെ വിഷ്ടികരണമുള്ളത് കൊണ്ട് നാളത്തെ ദിവസവും ഫലത്തിലും പ്രാബല്യത്തിലും ശുഭകർമ്മങ്ങൾക്ക് നന്നല്ലാത്തതാണ്. മുഹൂർത്ത പദവിയിൽ ശുഭകർമ്മങ്ങൾക്കായിട്ട് 16 ഊൺനാളുകൾ നല്ലതായി പറയുന്നു. അതിനുശേഷം തിഥി ദോഷങ്ങളുള്ള ദിവസങ്ങളെല്ലാം വർജിക്കേണ്ടതായും പറയുന്നു. അതിനുശേഷം ഉദിച്ച് കഴിഞ്ഞാലുള്ള രാശികളൊക്കെ ഏതൊക്കെയാണ് സ്വീകരിക്കേണ്ടത്, പാപഗ്രഹങ്ങൾ നിൽക്കുന്നതും പാപവീക്ഷണമില്ലാത്ത രാശികളൊക്കെയാണ് ശുഭസമയങ്ങൾക്കായിട്ട് ഈ നല്ല നേരത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഫലത്തിലും പ്രാബല്യത്തിലും ഇന്നും നാളെയും ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതാണ്. ഇന്നത്തെ ദിവസം പുണർത്തത്തിൻ്റെ അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് നാളത്തെ ദിവസം മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും ഒരു ശുഭകർമ്മങ്ങൾക്കും അരുതാത്തതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെപ്പറ്റി പറയുവാനുള്ളത്. ഇന്നത്തെ ദിവസവും ശുഭകർമ്മങ്ങൾക്ക് മുഹൂർത്തങ്ങൾ ഗണിച്ചെടുക്കുമ്പോൾ ഫലത്തിലും പ്രാബല്യത്തിലും പല ദിവസങ്ങളും വർജിക്കേണ്ടതായി വരും. യാതൊരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഉദയത്തിൻ്റെ മുൻപ് ഏതൊരു കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുന്നത് കാലത്ത് നേരത്തെ ഉദയത്തിൻ്റെ മുമ്പ് ഇറങ്ങി പുറപ്പെടുന്നതും പ്രായേണ ശാസ്ത്രത്തിലാവാം എന്നുകൂടി പറയുന്നു. നമസ്കാരം.